വിശപ്പില്ലായ്മ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട്, ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ കരച്ചിൽ. അപ്പോൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്ന് നോക്കാം. പിന്നെ അതുപോലെ യൂറിൻ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് അണുബാധയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യും. വയറിൻ്റെ സ്കാനിലൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്, അതിൻ്റെ കൺജനിറ്റൽ പ്രശ്നങ്ങളിലാണോ, ഈ വെസൈക്കൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞ പ്രശ്നമാണോ. അപ്പോൾ അതിൻ്റെ ചില കുട്ടികൾക്ക് റിഫ്ലക്സിൻ്റെ ഗ്രേഡ് അനുസരിച്ചിരിക്കും. ഒത്തിരി ഗ്രേഡ് 3 or 4 കൂടുതലാണെങ്കിൽ ചിലപ്പം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പം മൈനർ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ചികിത്സിക്കാനുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഒരു ലോ ഡോസ് ആൻറ്റിബയോട്ടിക് ചെറിയ ഡോസിൽ നമ്മൾ രാത്രി മാത്രം കൊടുത്തിട്ട്, സാധാരണ ഈ വൃക്ക ഡാമേജ് വരുന്ന ഒരു 2-5 വയസ്സ് വരെയൊക്കെയാണ് ഈ ഡാമേജ് വരുന്നത്. അപ്പോൾ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ സാധാരണ വലിയ ഡാമേജ് വരുത്തത്തില്ല. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയ ഡോസ് ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം. പിന്നെ ആൺകുട്ടികൾ നമ്മൾക്ക് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വാൽവ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഫൾഗ്രേറ്റ് ചെയ്യാം. അതൊരു യൂറോളജിക്കൽ അല്ലെങ്കിൽ പീഡിയാട്രിക് സർജൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിയുടെ മൂത്രം അല്പം കൂടി സ്പീഡിൽ പോകും. ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഭാവിയിൽ വൃക്ക തകരാറിലൊക്കെ വരാതിരിക്കാൻ ഒത്തിരി സഹായിക്കും.